സാർ 2 സിഗ്നേച്ചറാണ്. താനെന്താ 2 ദിവസം ലീവായിരുന്നു? സാർ അത് പെങ്ങടെ മുന്നിൽ ചോറൂണും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. താനിങ്ങനെ ചോറുകൊണ്ട് കിടന്നു. എനിക്ക് ടാഗൊക്കെ ഒന്ന് ഇട്ടുവിടോ. സാർ അത് ക്യാബിലുണ്ട്, ഞാൻ വിടും. വേണ്ട ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് നോക്കാം. ഇപ്പം നമ്മൾ 2 ഷോ കഴിഞ്ഞു. ഇനി വൈകിട്ട് പുഷ്പയ്ക്ക് 2 സ്ക്രീൻ ഉണ്ടല്ലേ? വൈകിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ വേണ്ടി കൊടുക്കണോ? പുഷ്പ അത് ക്രിസ്മസ് വരെ ഇരുന്നോട്ടെ സാർ. ക്രിസ്മസ് എന്തായാലും കുറേ പടങ്ങൾ വരുന്നുണ്ട്. ചുരുക്കേണ്ട വരും എന്തായാലും. ഏതൊക്കെയാണ് പുതിയ റിലീസ് തന്നെ? ഒരുപാടുണ്ട് സാർ, കാണിച്ചാൽ. സാർ ഇത് ബറോസ് കൂട്ടത്തിലെ തല 3D പടമാണ്. ഫാമിലി, ഒരു ഫാൻറ്റസി ഫാമിലി പടമായിരിക്കും. എന്തായാലും കുട്ടികളും ഫാമിലിയൊക്കെ കയറും. നമുക്ക് സെക്കൻഡ് സ്ക്രീനിൽ കൊണ്ട് ഇടാം. സെക്കൻഡ് സ്ക്രീൻ ഇടാം, ഫാമിലിക്ക് നല്ല കിട്ടും. പിന്നെ ഒരു നവാഗത സംവിധായകനാണ് പടം സംവിധാനം ചെയ്യുന്നത്. ഈ നവാഗത സംവിധായകന്റെ പടത്തിന് എത്ര ഹൈപ്പ് എന്ത്? അല്ല, നവാഗത സംവിധായകന്റെ പേര് മോഹൻലാൽ എന്നാണ്. ക്യാമറ ആൻഡ് ആക്ഷൻ. ഞാൻ ബറോസ്. സാറേ ട്രെയിലർ കണ്ടിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. അത് കണ്ടു. ഓക്കെ. കിടിലം സാധനമാണ്. എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്കിത് പിടിക്കാം. ഞാൻ എന്തായാലും എഴുതുന്നുണ്ട്. ബറോസ് എന്തായാലും നമുക്ക് പിടിക്കണം, കാരണം ഫാമിലി ക്രിസ്മസ് ഒക്കെ അല്ലേ. പിന്നെ സാർ അടുത്തത് ഇത് ഇച്ചിരി വയലന്റ് പടം. മലയാളത്തിലെ ഒരു മോസ്റ്റ് വയലന്റ് മൂവി തന്നെയാണ് അവരവകാശപ്പെടുന്നത്. ടീസറിൽ അതുപോലെ തന്നെയായിരുന്നു. കില്ലൊക്കെ പോലെ നമ്മുടെ ഉണ്ണിമൂതന്റെ പടം മാർക്കോ. ടെക്നിക്കൽ ടീം ഒക്കെ അടിപൊളിയാണ്. ഹനീഫദിന്റെ ഡയറക്ഷൻ, രവി ബർസൂർ മ്യൂസിക്, KGFന്റെ മ്യൂസിക്. അപ്പൊ ഉണ്ണിയാണ് നായക. അപ്പൊ പടം എന്തായാലും പിടിക്കാൻ നല്ല ഭയങ്കര ആക്ഷൻ പടമായിരിക്കും. മാർക്കോ ഞാൻ എഴുതുക. മാർക്കോ എന്തായാലും വേണം. അല്ല, ഞാൻ ഇതൊക്കെ കിട്ടുമോ സാർ? നമുക്ക് എല്ലാ പടവും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 5 സ്ക്രീനുള്ളെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് കിട്ടുമല്ലോ, നമുക്ക് ശ്രമിച്ചു നോക്കാം. പിന്നെ സാർ ഇതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കി. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? വാണിവിശ്വാസമൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ആഷിഖുബിന്റെ പടം. സീനായിട്ടുണ്ട്. റൈഫിൾ ക്ലിപ്പ് ഒരു ആക്ഷൻ പടം തന്നെ ആയിരിക്കും. മിക്കവാറും കൊടുത്താനൊരു സാധ്യതയുണ്ട്. റൈഫിൾ ക്ലിപ്പ് എന്തായാലും നമുക്ക് സ്ക്രീൻ നോക്കാം. പിന്നെ ഇതിപ്പോ കുറെ ആക്ഷൻ ആയാലും ഒരു ഫണ്ണ്, ഒരു ക്രിസ്മസ് അല്ലയോ ഉണ്ട്. ഫണ്ണ് സാധനം ഉണ്ട് സാറേ. ഫണ്ണ് ഇത് ആളിച്ചിരി സൈക്കോയാ. നല്ലൊരു ഫണ്ണ് പടമായി. ഫാമിലിക്ക് എന്തായാലും കയറും. അതും കൂടെ നമുക്ക് നോക്കാം. നിങ്ങൾക്കൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നാ? ഞാൻ കണ്ട ടീച്ചർ അടിപൊളിയായിട്ടുണ്ട്. ബറോസ്, മാർക്കോ, റൈഫിൾ ക്ലബ്ബ്, ED 4 പ്രധാനപ്പെട്ട മലയാളം റിലീസുണ്ട്. ഇത്തരം മലയാളം പടങ്ങളാണ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. അതിൽ ബറോസ് എന്ന് പറഞ്ഞാൽ IMAX ഒക്കെയാണ് സാർ. അത് നമുക്ക് സ്ക്രീൻ 2 കൊടുക്കാം. 4K ലേസർ നോക്കാം. നമ്മുടെ പ്രൊജക്ഷൻ നല്ലത്. പിന്നെ അന്യഭാഷ ചിത്രങ്ങളുണ്ട്. അല്ല, സ്ക്രീൻ അല്ല, അന്യഭാഷ നമുക്ക് വേണമെങ്കിൽ 2 ഷോ ആയിട്ട് കൊടുക്കാമല്ലോ. നമുക്ക് ഇടയ്ക്ക് ഒരു ഷോയ്ക്ക് 2 ഷോയ്ക്ക് നമുക്ക് ശ്രമിക്കാന്നേ ഉള്ളൂ. അന്യഭാഷ നമ്മുടെ വെട്ടിമാരന്റെ പടം പറഞ്ഞിട്ടുണ്ട്. വിടുതല 2. പിന്നെ ഈ വടാചെന്നൈ വാടിവാസനൊക്കെ അത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇതിന്റെ കാര്യം എന്തായാലും ഞാൻ വിടുതല എഴുതുവാന്നേ. വിടുതല എഴുതിക്കും സാറേ. പിന്നെ ഹിന്ദിയിൽ ഒരു പടമുണ്ട്. നമ്മുടെ അറ്റ്ലിയാണ് പ്രൊഡക്ഷൻ. നമ്മുടെ തെറിയുടെ റീമേക്ക്. ഓൾറെഡി അടിച്ചു മാറ്റി കൂടെ പിന്നെ അടിച്ചു. അല്ല, അത് വിജയ്. ഇത് വരുന്നത് അതുകൊണ്ട് അല്ല, അതുകൊണ്ട് അത് നോക്കാം. ഹിന്ദി പ്രേക്ഷകർക്ക് ഒരുപാട് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ തന്നെ, ഇതര സംസ്ഥാനത്ത്. ഈ വർത്താനം പറഞ്ഞിട്ടാണ് നമ്മൾ ആ സിംഗ് ഒക്കെ എടുത്തത്. അതിന്റെ അവസ്ഥ അറിയാലോ. അപ്പൊ നമ്മള് ബേബി ജോൺ എഴുതുക. ബറോസ്, മാർക്കോ, റൈഫിൾ ക്ലബ്ബ്, ED 4 പ്രധാന മലയാളം റിലീസ്. പിന്നെ അതുകൂടാതെ തമിഴിൽ നിന്ന് വിടുതല വരുന്നുണ്ട്. വിടുതല 2. പിന്നെ ബേബി ജോൺ ഹിന്ദി. സാറേ നമുക്ക് 5 സ്ക്രീനുകൾ നമുക്ക് ഇത്രയും പടങ്ങൾ കിട്ടുമെന്ന് ഉറപ്പില്ല. നമുക്ക് ശ്രമിക്കാം. ഈ ബറോസ് 3D അല്ലേ? 3D ആവും. നമുക്കത് സ്ക്രീൻ 2 കൊടുക്കാം. അവിടെ 4K ലേസർ. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ കണ്ടായിരുന്നു? IMAX മാത്രമേ പ്രദർശിപ്പിക്കൂ. അല്ല, അത് കുഴപ്പമില്ല. സ്ക്രീൻ 2 കൊടുക്കാം. 4K ലേസർ അല്ലേ, അവിടെ കൊടുക്കാം. അവിടെ വർക്കാവും. ബറോസ് എന്തായാലും നമ്മൾ ഫിക്സ് ചെയ്തല്ലേ. ഞാനത് ഉത്തരവാദിത്വം ഇല്ല. നീ വെക്കോ, ഞാൻ പരിപാടി നോക്കട്ടെ. സാർ, എനിക്ക് രാവിലെ തൊട്ട് പുറത്തുനിന്നൊരു കോൾ വരുന്നുണ്ട്. ഫോറിൻ നമ്പർ ആണ് ഞാൻ എടുക്കാൻ. ഡിജിറ്റൽ അറസ്റ്റ് ആണോ? ഒറ്റപ്ലാകനായിരിക്കും. അല്ല സാറേ, ഇത് നോക്കാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ നിന്നോട് നിർത്തിയേക്കും. അത് നീ അങ്ങ് ഡീലേ